ചേച്ചിയോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും ചേച്ചിയോട് പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടെന്താ, ഇപ്പോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ചേച്ചി വിഷമിക്കണ്ട. ഇപ്പൊ ഇവളെ പിരിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അവളെന്നും ചേച്ചിയുടെ അമ്മക്കുട്ടി തന്നെ ആയിരിക്കും. എന്റെ അമ്മക്കുട്ടിയല്ല, നമ്മുടെ അമ്മക്കുട്ടി. ഇപ്പൊ തന്നെ ഡിവോഴ്സ് വാങ്ങിച്ചുകൊണ്ടാവുന്നതായിരിക്കും ഇയാളുടെ വിചാരം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. നിങ്ങളകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. സഹിക്കാവുന്നതിന്റെ പരിധി എന്നേ കഴിഞ്ഞു വേണം. ഞാനൊരു മനുഷ്യനല്ലേ. എനിക്ക് ഇവള് പറയുന്ന ആ പെൺകുട്ടിയോടൊത്ത് ജീവിക്കാൻ ആഗ്രഹം. ഏയ് കൂൾ, ഇരിക്കൂ ഇരിക്കും മിസ്റ്റർ നന്ദൻ. ഭർത്താവിനൊരു എക്സ്ട്രാ അഫയർ ഉണ്ടാവുന്നത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം ശരിയാക്കാം. 2-3 കൗൺസിലിംഗ് കഴിയുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാൻ കഴിയും. പരസ്പരം ക്ഷമിക്കാനും കഴിയും. അടുത്ത കൗൺസിലിംഗ് നമുക്ക് അടുത്ത മാസം 16-ന് വെക്കാം. അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സുകൾ തമ്മിലൊന്ന് പൊരുത്തപ്പെടാൻ തയ്യാറാകും. ഇല്ല മാഡം, എത്ര ശ്രമിച്ചാലും ഇനി എനിക്ക് ഇവളോട് പൊരുത്തപ്പെടാൻ കഴിയത്തില്ല. ഇവളോടൊത്ത് ജീവിക്കാനും പറ്റില്ല. ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല. കരയാതെ. ഒരു മീഡിയേഷൻ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. നമുക്ക് ശ്രമിക്കാം. അടുത്ത മീഡിയേഷനിൽ ഞാൻ അയാളെ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. താങ്ക് യു മാഡം. എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം, പ്ലീസ് മാഡം. അപ്പൊ തോണി അവളുടെ കടവിൽ തന്നെ വന്നെടുത്തു അല്ലേ പോറ്റി സാറേ? അങ്ങനെ പൂർണ്ണമായി വന്നെടുത്തു എന്ന് പറയാറായിട്ടില്ല. ഒരു വിധത്തിലെല്ലാം കരക്കെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാനിപ്പുലേഷൻസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ അവന്തികയുടെ സ്വന്തം ആളായതുകൊണ്ടാണ് എല്ലാം ഇത്ര പെട്ടെന്ന് നടന്നത്. പക്ഷേ ഇതെല്ലാം അവളുടെ പേരിൽ തന്നെ വേണമായിരുന്നോ എന്നാണ് എന്റെ ഒരു സംശയം. അയ്യോ, മറ്റൊന്നും കൊണ്ടല്ല. അവളൊരു പെണ്ണല്ലേ. കയ്യിലേക്ക് വരാൻ പോകുന്നത് എത്ര കോടിയുടെ സ്വത്താണെന്ന് അറിയാലോ. ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ അവളെ കൊണ്ട് പറ്റുമോ എന്നാണ് എന്റെ സംശയം. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നേരത്തെ വിളിച്ചപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്.
ദേ എത്തി. എന്തായി കോടതിയുടെ കാര്യം? അതൊക്കെ പറയാം. പോറ്റി സാറേ, രജിസ്ട്രാർ തന്നയച്ച ഫയൽ എവിടെ? ദാ ഇപ്പോ നിനക്ക് സന്തോഷായോ? വരുന്ന വഴിക്ക് രജിസ്ട്രാർ എന്നെ വിളിച്ചിരുന്നു. അയാളും എന്നോട് ഇതന്നെ ചോദിച്ചു. പക്ഷേ എന്റെ സന്തോഷം പൂർണ്ണമാണെങ്കിൽ നെല്ലിശ്ശേരി വീട് ഇടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കണം. അത് കണ്ടാൽ മാത്രമേ എന്റെ മനസ്സ് നിറഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ. അതിനി വലിയ താമസമില്ല. ഇതില് എവിടേക്കാ ഞാൻ ഒപ്പിടേണ്ടത്? അതിൽ അവന്തികയുടെ പേരെഴുതിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒപ്പിടണം. രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച് ഒപ്പിടേണ്ടതാണ് ഈ ഡോക്യുമെന്റ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ആ രജിസ്ട്രാറെ അവന്തിക എങ്ങനെ വീഴ്ത്തി? പണം പച്ച വെള്ളം പോലെ വാരി ഒഴുക്കി.